For have better experience, use your headphones. Dear students, welcome back to Signatures Common Course English 3rd semester UG program, Calicut University. This is the final session of the final speech in the movie The Great Dictator. I hope all of you have watched and listened the previous sessions of this speech that I uploaded earlier. If not, watch those previous sessions first. The link of those videos are attached in the description box. Students, let's begin the end of the speech by stating a quote from our hero, Charlie Chaplin. You can see, "You will never find a rainbow if you are looking down. You will never find a rainbow if you are looking down." The meaning is so simple, easy to understand. നാം താഴേക്ക് നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന മാരുവിലിനെ, ആകാശത്ത് നിൽക്കുന്ന മഴവിലിനെ ഒരിക്കലും കാണുവാൻ കഴിയുകയില്ല. Even though the meaning is simple, we can associate the interpretations of this quote with our life, with our future ambition, etc. Keep this quote in our mind. Let's continue our session. The final speech in the movie The Great Dictator, final part. So students, നമ്മുടെ ചാർലി ചാപ്ലിൻ ലിബർട്ടി ഒരിക്കലും നശിക്കയില്ല എന്നൊരു ഹോപ്പ്ഫുള്ളായ സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം തുടരുകയാണ്. ആൻഡ് സോ ലോങ് എസ് മെൻ ഡൈ ലിബർട്ടി വിൽ നെവർ പെരിഷ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. Then he particularly calls the soldiers, the army personnel who are serving for the party. "Soldiers, do not give yourselves to brutes, men who despise you, enslave you, who regiment your lives, tell you what to do, what to think, and what to feel." So, next few sentences are some kind of instructions, some good words for the soldiers. Okay, how they should be, how they should act like, how they should behave. അവരെ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പെരുമാറണം, who they are to be. So in this way, he is reminding them about their dignity. അവരുടെ അന്തസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. Looking on to the soldiers, the speaker continues. അദ്ദേഹം ആ സോൾജേഴ്സിനെ നോക്കിക്കൊണ്ട് തുടരുന്ന കാര്യങ്ങളാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ പറയാൻ പോകുന്നത്. സോൾജേഴ്സ്, പട്ടാളക്കാരെ, യു ഷുഡ് നോട്ട് ഗീവ് യുവർ സെൽഫ് ടു ബ്രൂട്ട്സ്. നിങ്ങളെ തന്നെ ബ്രൂട്ട്സായ ക്രൂവൽ പീപ്പിൾ, ക്രൂരന്മാരുടെ കൈകളിൽ നിങ്ങളെ വിട്ടുകൊടുക്കരുത്. യു ഷുഡ് നോട്ട് സറണ്ടർ ടു ക്രൂവൽ പീപ്പിൾ. ഹു ആർ ദേ? ആരാണ് അത്തരം ക്രൂവലായിട്ടുള്ള ആൾക്കാർ? അവരെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. മെൻ ഹു ഡിസ്പൈസ് യു, നിങ്ങളെ വെറുക്കുകയും നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നവരാണ് അവർ. ദേ എൻസ്ലേവ് യു, നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നവരാണ്. യു ആർ ആക്ച്വലി വർക്കിംഗ് ലൈക്ക് സ്ലേവ്സ് അണ്ടർ ദം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് അതോറിറ്റീസിനെ കുറിച്ചാണ്, അവരുടെ ആ പട്ടാളക്കാരുടെ മേലുദ്യോഗസ്ഥരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ആക്ച്വലി, ദീസ് അതോറിറ്റീസ് ആർ ആക്ച്വലി ഡിസ്പൈസിങ് യു, എൻസ്ലേവ് യു, ആൻഡ് യു ആർ ഫോഴ്സ്ഡ് ടു വർക്ക് ലൈക്ക് സ്ലേവ്സ് അണ്ടർ ദം. ദെൻ എന്താ പറയുന്നത്? ഹു റെജിമെൻറ്റ് യുവർ ലൈഫ്സ്, അച്ചടക്കത്തിൻ്റെ പേരിൽ അടിച്ചമർത്തി വയ്ക്കുകയാണ് നിങ്ങളെല്ലാവരെയും. ദേ ആർ ആക്ച്വലി കൺട്രോളിങ് യുവർ ലൈഫ്സ്, controlling your life in a whole way. Your whole life is actually under the control of your authorities. നിങ്ങൾ എന്ത് ചെയ്യണം, tell you what to do, what to think and what to feel. എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് പോലും ആരാ പറയുന്നത്? നിങ്ങൾ അതോറിറ്റീസാണ്. they are actually despising and enslaving you. Okay, സോ അവരുടെ മുമ്പിൽ നിങ്ങൾ കീഴടങ്ങരുത്. ഹു ഡ്രിൽ യു, ദേ ആർ ആക്ച്വലി ഡ്രില്ലിങ് യു. അവരുടെ ഇഷ്ടാനുസരണം നിങ്ങളെ കഠിന പ്രയത്നവും കഠിനമായ എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ നയിക്കുകയാണ്. ദേ ആർ ആക്ച്വലി ഡിസൈഡ് വാട്ട് യു ഷുഡ് ഈറ്റ്. നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് പോലും ചിന്തിക്കുന്നത് അവരാണ്. നിങ്ങളെ കന്നുകാലികളെപ്പോലെ, അതായത് ട്രീറ്റ് യു ലൈക്ക് കാറ്റിൽ, നിങ്ങളെ കന്നുകാലികളെപ്പോലെയാണ് അവർ നോക്കുന്നത്. ദെൻ യൂസ് യു ആസ് കാനൻ ഫോഡർ, നിങ്ങളെ പീരങ്കികളിൽ നിറയ്ക്കുന്ന വെടിമരുന്നുകളായി നിങ്ങളെ ഉപയോഗിക്കുകയാണ്. വിച്ച് മീൻസ് യുദ്ധം മുന്നണിയിൽ നിങ്ങളെ ഇട്ടുകൊടുക്കുകയാണ്. അവർക്ക് തന്നെ അറിയാം മരിച്ചു പോകും, നഷ്ടപ്പെടുമെന്നെങ്കിലും നിങ്ങളെ കാനൻ ഫോഡറായിട്ട്, അതായത് പീരങ്കികൾക്കുള്ള ഭക്ഷണമായിട്ട്, പീരങ്കികളിൽ നിറയ്ക്കുന്ന വെടിമരുന്നായിട്ട് നിങ്ങളെ ഉപയോഗിക്കുകയാണ്. So don't give yourselves to these unnatural men with machine minds and machine hearts. മനുഷ്യത്വമില്ലാത്ത ഇത്തരം വ്യക്തികൾക്ക് മുമ്പിൽ നിങ്ങളെ വിട്ടുകൊടുക്കരുത്. അതായത് നിങ്ങളുടെ
അന്തസ്സിനെ പണയം വയ്ക്കരുത്. ദേ ആർ ആക്ച്വലി അൺനാച്ചുറൽ മെൻ. അവർ അബ്നോർമലായിട്ടുള്ള ആൾക്കാരല്ല. ദേ ആർ ആക്ച്വലി സം കൈൻഡ് ഓഫ് അബ്നോർമാലിറ്റി. ദേ ആർ ഹാവിങ് സം കൈൻഡ് ഓഫ് അബ്നോർമാലിറ്റി. സോ ഇത്തരം അൺനാച്ചുറൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് മുമ്പിൽ നിങ്ങളെ വിട്ടുകൊടുക്കരുത്. ദേ ആർ ലൈക്ക് മെഷീൻസ്, യന്ത്രങ്ങളെ പോലെയാണ്. നിങ്ങളും യന്ത്രങ്ങളാകണം. സ്വിച്ച് ഇട്ടാൽ വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രത്തെ പോലെയാണ് നിങ്ങളെയും കാണുന്നത്. ദേ ആർ മെഷീൻ മെൻ വിത്ത് മെഷീൻ മൈൻഡ്സ് ആൻഡ് മെഷീൻ ഹാർട്ട്സ്. പ്രത്യേകിച്ച് യന്ത്രങ്ങൾക്ക് ഹൃദയമോ മനസ്സോ ഒന്നുമില്ല. അപ്പോൾ അതുപോലുള്ള മനുഷ്യത്വമില്ലാത്ത കഠിനഹൃദയരായ ആ വ്യക്തികൾക്ക് മുമ്പിൽ യു ഷുഡ് നോട്ട് ഗീവ് യുവർ സെൽഫ്സ്. നിങ്ങളെ വിട്ടുകൊടുക്കരുത്. Then he continues, you are not machines, you are not cattle, you are men. നിങ്ങൾ മെഷീൻസ് അല്ല, യന്ത്രങ്ങളല്ല, നിങ്ങൾ കന്നുകാലികളല്ല. യു ആർ മെൻ. നിങ്ങൾ മനുഷ്യരാണ്, മനുഷ്യത്വമുള്ളവരാണ്. മജ്ജയും മാംസവും ഒക്കെ രക്തവും ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. യു ഹാവ് ദ ലവ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻ യുവർ ഹാർട്ട്സ്. യു ഹാവ് ദ ലവ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യത്വം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. യു ഡോണ്ട് ഹെയ്റ്റ്. നിങ്ങൾക്ക് വെറുക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ വെറുക്കരുത്. ഓൺലി ദ അൺലവ്ഡ് ഹേറ്റ്. സ്നേഹിക്കപ്പെടാത്തവരാണ് എന്ത് ചെയ്യുന്നത്? വെറുക്കുക ചെയ്യുക. മറ്റുള്ളവരെ വെറുക്കുന്നത് സ്നേഹിക്കപ്പെടാത്തവരാണ്. സോ ദേ ആർ ആക്ച്വലി ദ അൺലവ്ഡ് പീപ്പിൾ, അൺനാച്ചുറൽ മെൻ, മെഷീൻ മൈൻഡ്സ് ആണ്. സോ ദേ കനോട്ട് ലവ് അതേഴ്സ്, ബട്ട് യു ക്യാൻ. നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വെറുക്കുവാൻ കഴിയുകയില്ല. ദെൻ ദ അൺലവ്ഡ് ആൻഡ് അൺനാച്ചുറൽ soldiers, yes, continuation പോലെയാണ്. only the unloved hate the unloved and the unnatural. അൺലൗഡ് ആയിട്ടുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? വെറുക്കുവാനും കഴിയുകയുള്ളൂ. ദെൻ ഹി കോളിംഗ് ദ സോൾജേഴ്സ് ഡോണ്ട് ഫൈറ്റ് ഫോർ സ്ലേവറി, ഫൈറ്റ് ഫോർ ലിബർട്ടി. ഒരിക്കലും അടിമത്തത്തിന് വേണ്ടിയിട്ട് നിൽക്കരുത്. യു ഷുഡ് നോട്ട് ബി സ്ലേവ്സ്. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് നോട്ട് ബി ദ മെസ്സഞ്ചേഴ്സ് ഓഫ് സ്ലേവറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിമത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സഞ്ചേഴ്സായിട്ട് നിങ്ങൾ നിൽക്കരുത്. അതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യേണ്ടത്. യു ഷുഡ് ഫൈറ്റ് ഫോർ ലിബർട്ടി. സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാവുക. സ്റ്റാൻഡ് ഫോർ ലിബർട്ടി, ഫൈറ്റ് ഫോർ ലിബർട്ടി. So in this way he is actually give some kind of motivations, inspirational words to soldiers. Okay, next അദ്ദേഹം അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. അതായത് ബൈബിളിലെ ഒരു വേഴ്സ്, ഒരു ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തുടരുകയാണ്. ഇൻ ദ 17th chapter of Saint Luke it is written, the kingdom of God is within man. അതായത് വിശുദ്ധ ലൂക്കായുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് 17th chapter, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ മാൻ. ദൈവരാജ്യം മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ്. ദൈവരാജ്യം മനുഷ്യർക്കിടയിൽ തന്നെയാണ് എന്നുള്ള ഒരു ബൈബിൾ വചനം അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് തുടരുകയാണ്. നോട്ട് വൺ മാൻ നോർ എ ഗ്രൂപ്പ് ഓഫ് മെൻ ബട്ട് ഇൻ ഓൾ മെൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയിലല്ല ദൈവരാജ്യമുള്ളത്, ഒരു കൂട്ടം മനുഷ്യർക്കിടയിലല്ല ദൈവരാജ്യം എന്ന സങ്കല്പമുള്ളത്, എന്നാൽ എല്ലാ മനുഷ്യർക്കിടയിലും. The whole human race, എല്ലാ മനുഷ്യർക്കിടയിലും മനുഷ്യരാശിക്കുള്ളിൽ നിൽക്കുന്ന ഒന്നാണ് എന്ത്? ദൈവരാജ്യം. അതല്ലാതെ നമ്മിൽ നിന്ന് മാറി ദൂരത്ത് നിൽക്കുന്ന ഒരു വസ്തുവല്ല, ഒരു സംഗതി അല്ല എന്ന് അദ്ദേഹം അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യരോടും സോൾജേഴ്സിനോടും പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ഇന്ത്യൻ ഫിലോസഫിക്കൽ ഐഡിയാസ് കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയിലും ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ ഈ പറയുന്ന ദൈവരാജ്യ സങ്കല്പത്തെക്കുറിച്ചൊക്കെ പറയുന്ന മനുഷ്യർക്കിടയിൽ തന്നെ, മനുഷ്യരുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള ഒന്ന് രണ്ട് ആശയങ്ങൾ. നമുക്കറിയാം തത്വമസി അല്ലേ, ശബരിമലയിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു ആശയമാണ്. സോ ചാന്തോഗ്യ ഉപനിഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് തത്വമസി, വിച്ച് മീൻസ് യു ആർ ദാറ്റ്, ഇറ്റ്സ് യു. അത് നീയാകുന്നു. ഈശ്വരനെ തേടി പാപമുക്തിക്കായിട്ട് പുണ്യത്തിനായി ഈശ്വര സന്നിധാനത്ത് എത്തുമ്പോൾ അവിടെ തന്നെ എഴുതി വച്ചിരിക്കുന്നത് അത് നീയാണ്. നീ എന്തിനെ തേടിയാണ് വന്നത്? അത് നീയാകുന്നു. ഈശ്വരനെ തേടി വന്നതെങ്കിൽ അത് ഇപ്പോൾ നീയാണ്. അതുപോലെ തന്നെ ലൈക്ക് ദാറ്റ് വി ക്യാൻ സി അഹം ബ്രഹ്മസി എന്ന് പറയുന്ന ഒരു തോട്ട്. ഐ ആം ബ്രഹ്മ, ഐ ആം ഗോഡ് എന്ന ആശയം. ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ള ഒരു ഫിലോസഫി. സോ നമുക്കിടയിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ദൈവരാജ്യം, ഈശ്വരൻ ഉണ്ട് എന്നുള്ള ഈ ഒരു ഫിലോസഫിക്കൽ തോട്ട് ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ടാണ് അദ്വൈത ഫിലോസഫി. നോട്ട് ടു ബട്ട് വൺ. അതായത് ഈശ്വരനും നീയും രണ്ടല്ല, ഒന്നാണ്.
സോ ഇൻ ദിസ് വേ ചാർലി ചാപ്ലിനും ദൈവരാജ്യം മനുഷ്യർക്കുള്ളിൽ എന്ന കോൺസെപ്റ്റിനെ ഞാൻ ഇവിടെ ഇന്ത്യൻ ഫിലോസഫിയുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ചാർലി ചാപ്ലിൻ തുടരുകയാണ്. ഹി കണ്ടിന്യൂസ്. You, the people, have the power to create machines, the power to create happiness. നിങ്ങൾക്കുള്ളിൽ ജനങ്ങൾക്കാണ് അധികാരം. എന്തിനുള്ള അധികാരം? ദ അൾട്ടിമേറ്റ് പവർ ഈസ് വിത്ത് യു. നോബഡി ക്യാൻ ടേക്ക് അവേ ദാറ്റ് പവർ ഫ്രം യു. നിങ്ങൾക്കുള്ളിലാണ് ഏറ്റവും വലിയ ശക്തി ഇരിക്കുന്നത്, അധികാരമിരിക്കുന്നത്. ദ പവർ ടു ക്രിയേറ്റ് മെഷീൻസ്. എന്തിനുള്ള പവറാണ്? യു ക്യാൻ ക്രിയേറ്റ് മെഷീൻസ്. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ക്രിയേറ്റ് ഹാപ്പിനെസ് ഓൾസോ. സോ മെഷീൻസും ഹാപ്പിനെസ്സും ഒരുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത് നമുക്ക് തന്നെയാണ്, നിങ്ങൾക്ക് തന്നെയാണ്. അതായത് മെഷീൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൃദയമില്ലാത്ത യന്ത്രങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട്, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നാശത്തിന് വേണ്ടിയും നിൽക്കുന്ന മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുവാനും, അതുപോലെ തന്നെ സന്തോഷം നെയ്തെടുക്കുവാനും അത് വ്യാപിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നത് മനുഷ്യർക്കാണ്. ഓക്കെ, സോ അത്തരത്തിൽ ജനങ്ങളെ, സോൾജേഴ്സിനെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. ദെൻ you, the people, have the power to make this life free and beautiful, to make this life a wonderful adventure. അടുത്തും ജനങ്ങളോട് തന്നെ പറയാണ്, ജനതയെ, പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾക്കാണ് ആ സർവ്വ അധികാരമുള്ളത്. മേക്ക് ദിസ് ലൈഫ് ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ. ഈ ജീവിതത്തെ മനോഹരമാക്കുവാനും സ്വതന്ത്രപൂർണ്ണമാക്കുവാനും സാധിക്കുമെന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ടു മേക്ക് ദിസ് ലൈഫ് എ വണ്ടർഫുൾ അഡ്വഞ്ചർ. ഒരു സാഹസപൂർണമായ ഒരു ജേണിയാക്കി മാറ്റുവാനായിട്ട്, ജീവിതമാക്കി മാറ്റുവാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. സോ നിങ്ങൾക്ക് മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ക്രിയേറ്റ് ഹാപ്പിനെസ് ഓൾസോ. ഓക്കെ, സോ then in the name of democracy, let us use that power. Let us all unite. Let us fight for a new world. അപ്പോൾ ആ ഒരു അധികാരം, ശക്തി, അല്ലെങ്കിൽ ജനശക്തി, ജന ഐക്യം, അതിനാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. ജനശക്തി അല്ലെങ്കിൽ ജന ഐക്യം. ആ ഐക്യം നമുക്കെന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ നാമത്തിൽ, ലെറ്റ് us യൂസ് ദാറ്റ് പവർ. ആ ജനശക്തി എന്ന് പറയുന്ന ആ ഒരു പവർ നമുക്ക് ഉപയോഗിക്കാം. ലെറ്റ് us all unite. നമുക്കെല്ലാവർക്കും ഒത്തുചേരാം, നമുക്ക് ഐക്യപ്പെടാം. ലെറ്റ് us ഫൈറ്റ് ഫോർ എ ന്യൂ വേൾഡ്. ഒരു പുതിയ രാജ്യത്തിനായിട്ട്, ഒരു പുതിയ ലോകത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡ് ചെയ്യാം, നിൽക്കാം, ഫൈറ്റ് ചെയ്യാം. Then he continues, a decent world that will give men a chance to work. ഒരു നല്ല ലോകം നമുക്ക് പടുത്തുയർത്താം. പുരുഷന്മാർക്ക് ജോലി ചെയ്യുവാൻ പറ്റുന്ന ഒരു ലോകം. that will give youth the future and old age security. അതായത് യുവാക്കൾക്ക് ഒരു കംഫർട്ട്നെസ് നൽകുന്ന ഒരു ഭാവി നൽകുന്ന, ഫ്യൂച്ചർ നൽകുന്ന ഒരു ലോകം നമുക്ക് പടുത്തുയർത്താം. ആൻഡ് ഓൾഡ് ഏജ് സെക്യൂരിറ്റി. വൃദ്ധരായ ജനങ്ങൾക്ക് ഒരു സേഫ്റ്റി കൊടുക്കുന്ന ലോകം നമുക്ക് നൽകി കൊടുക്കാം. ആ സമയത്ത് സത്യത്തിൽ ജർമ്മനിയുടെ അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഇത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ യുവാക്കൾക്ക് ഒരു ഫ്യൂച്ചറോ ഒരിക്കലും നിർണ്ണയിക്കുവാൻ സാധിക്കില്ല. നാളെക്കുറിച്ച് ഒന്നുമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കരുതി വയ്ക്കുവാനോ ആഗ്രഹിക്കുവാനോ ഒന്നും സാധിക്കുകയില്ല. ബിക്കോസ് ദ നെക്സ്റ്റ് ഡേ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. എന്തും സംഭവിക്കാം. ജീവൻ അപകടത്തിലാവാം. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കൂടെ ഉള്ളവരുടെ, അവരുടെ തന്നെ പാരൻസിൻ്റെ ഒക്കെ കുടുംബാംഗങ്ങളുടെ ജീവിതം. അറ്റ് സെയിം ടൈം എനിത്തിങ് ക്യാൻ ബി ഹാപ്പൻഡ്. സോ ആ സമയത്താണ് ജനങ്ങളോട് പറയുന്നത്, വി ക്യാൻ ഫൈറ്റ് ഫോർ എ ന്യൂ വേൾഡ്, എ ഡീസൻറ്റ് വേൾഡ്, വെയർ മെൻ എ ചാൻസ് ടു വർക്ക്, വെയർ യൂത്ത് എ ഫ്യൂച്ചർ, വെയർ the world with that provides old age a security. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, പുതിയ ലോകത്ത് അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്ന സംഗതികളാണ് ഈ 3 കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ബൈ ദ പ്രോമിസ് ഓഫ് ദീസ് തിങ്സ്, ഇത്തരത്തിലുള്ള വസ്തുതകൾ, ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നൽകാമെന്നുള്ള വാഗ്ദാനത്തോടെ, ബൈ ദ പ്രോമിസ് ഓഫ് ദീസ് തിങ്സ്, അതായത് പുരുഷന്മാർക്ക് ജോലി ചെയ്യാനുള്ളൊരു ഇടം, യുവാക്കൾക്ക് നല്ലൊരു ഭാവി, വൃദ്ധർക്ക് അവരുടെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഒക്കെ നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ബ്രൂട്ട്സ് ഹാവ് റിസൺ ടു പവർ. ബ്രൂട്ട്സ്, ക്രൂവൽ പീപ്പിൾ, ക്രൂരരായ ആൾക്കാർ എന്ത് ചെയ്തു? അധികാരത്തിലേക്ക് കയറി വന്നു. ദേ ഗോട്ട് ദ പവർ ബട്ട് ദേ ലൈ. പക്ഷേ അവർ കള്ളം പറയുകയായിരുന്നു. അവർ കള്ളം പറയുകയാണ്. ദേ ഡു നോട്ട് ഫുൾഫിൽ ദാറ്റ് പ്രോമിസ്.
അവർ എന്ത് ചെയ്യുന്നില്ല, അവരവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരിക്കലും നിറവേറ്റുന്നില്ല. ദേ നെവർ വിൽ, അവർക്കതിന് സാധിക്കുകയില്ല, അവരൊരിക്കലും ചെയ്യുകയില്ല. ദേ കനോട്ട്. സോ ഇൻ ദിസ് വേ, അപ്പം ഇത്തരത്തിലുള്ള സത്യ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കയറി വന്നു, പക്ഷേ അവർക്കത് സാധിക്കുന്നില്ല, അവർ ചെയ്യില്ല. ദെൻ ഹി കണ്ടിന്യൂസ്. അദ്ദേഹം ഡിക്റ്റേറ്റേഴ്സിനെ കുറിച്ച്, സ്വേച്ഛാധിപതികളെക്കുറിച്ച് പറയുകയാണ്. ഡിക്റ്റേറ്റേഴ്സ് ഫ്രീ ദംസെൽസ് ബട്ട് ദേ എൻസ്ലേവ് ദ പീപ്പിൾ. ഡിക്റ്റേറ്റേഴ്സ് സ്വയം അവരെന്ത് ചെയ്യും, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. അവർക്ക് എന്തുമാകാം. ദേ ക്യാൻ ഡു എനിത്തിങ് അറ്റ് എനി ടൈം അറ്റ് എനി വെയർ, ബട്ട് ദേ എൻസ്ലേവ് ദ പീപ്പിൾ. പക്ഷേ ആരെ ഉപയോഗിച്ചാണോ അവർ ഭരണത്തിലേക്ക് വന്നത്, അവരെന്ത് ചെയ്യും, ദേ എൻസ്ലേവ്, അവർ അടിമകളാക്കി വയ്ക്കും ഈ ജനതയെ, അവരുടെ പ്രജകളെ. സോ നൗ ലെറ്റ് us fight to fulfill that promise. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, അവർ വാഗ്ദാനം ചെയ്ത സംഗതികൾ അവർ നിറവേറ്റിയില്ല. സോ നമുക്കെന്ത് ചെയ്യാം, വി ക്യാൻ ഫുൾഫിൽ ദാറ്റ് പ്രോമിസ്. നമുക്കത് ഫുൾഫിൽ ചെയ്യാം. ലെറ്റ് us fight, let us act, let us stand to fulfill such promises. Let us fight to free the world, to do away with national barriers, to do away with greed, with hate and intolerance. സോ ഇവിടെയും അത് ഏതാണ്ട് ഒരേ ആശയങ്ങളാണ്. അതായത് ഒരു സ്വതന്ത്രപൂർണമായ, ഒരു സമത്വസുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ നമുക്ക് ഫൈറ്റ് ചെയ്യാം, നമുക്ക് നിൽക്കാം, പോരാടാം. ടു ഡു എവേ വിത്ത് നാഷണൽ ബാരിയേഴ്സ്, രാഷ്ട്ര പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന, ബ്ലോക്സ് ആയിട്ട് നിൽക്കുന്നവയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം, നമുക്കവയെ ഒഴിവാക്കാം. ദെൻ ടു ഡു എവേ വിത്ത് ഗ്രീഡ്, വിത്ത് ഹെയ്റ്റ് ആൻഡ് intolerance, അസഹിഷ്ണുത, which means you should not be controlled by greed, hate and intolerance. ഗ്രീഡിൽ നിന്നും, ഹെയ്റ്റിൽ നിന്നും, ഇൻടോളറൻസിൽ നിന്നുമൊക്കെ നമുക്ക് മാറി നിൽക്കാം. ബിക്കോസ് ദീസ് തിങ്സ് ആർ ആക്ച്വലി സോ നെഗറ്റീവ്. അതൊരിക്കലും നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് മുതൽക്കൂട്ടാവുന്നില്ല. സോ വി ക്യാൻ മൂവ് അവേ ഫ്രം ഗ്രീഡ്, ഹെയ്റ്റ് ആൻഡ് ഇൻടോളറൻസ്. Let us fight for a world of reason, a world where science and progress will lead to all men's happiness. ഒരു പുതിയ ലോക സൃഷ്ടിക്കായിട്ട് എങ്ങനെയുള്ള ലോകമാണ്? എ വേൾഡ് ഓഫ് റീസൺ, ഒരു യുക്തിപൂർണമായ ലോകം. എ വേൾഡ് വെയർ സയൻസ് ആൻഡ് പ്രോഗ്രസ്, ശാസ്ത്രവും അതുപോലെ തന്നെ മറ്റു പുരോഗതികളെല്ലാം മനുഷ്യ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ലോകം. ഇപ്പോൾ ശാസ്ത്രമായാലും അതുപോലെ തന്നെ മറ്റു പുരോഗതികൾ എന്തൊക്കെ തന്നെ ആയാലും അവയെല്ലാം മനുഷ്യ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചിന്തയോടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്ക് പ്രയത്നിക്കാം. Soldiers, in the name of democracy, let us all unite. So he concludes the speech with these words. Soldiers, പട്ടാളക്കാരെ, in the name of democracy, ജനാധിപത്യത്തിൻ്റെ നാമത്തിൽ, let us all unite, നമുക്കെല്ലാം ഒരുമിക്കാം, ഐക്യപ്പെടാം. സോ ഒരു ഐക്യ കാഹളം, ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുഴക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ നിർത്തുകയാണ്. സോ ദീസ് ആർ ഹിസ് ഫൈനൽ വേർഡ്സ്, ലെറ്റ് us all unite. ഓക്കെ, സോ ഇവിടെ നമ്മുടെ സ്പീച്ച് കഴിഞ്ഞ 2 സെഷനുണ്ട്, ഇത് ഉൾപ്പെടെ 3 സെഷനിലായിട്ട് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ട്യൂട്ടോറിയൽസ്, സ്പീച്ചിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ് സമാപിച്ചിരിക്കുകയാണ്, എൻഡ് ചെയ്തിരിക്കുകയാണ്. സോ നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് ഇനിയും എന്ത് ചെയ്യുക, പഠിക്കുവാനൊക്കെ സാധിക്കട്ടെ. സോ നിങ്ങൾക്ക് ചെയ്യാൻ ഇനി കഴിയുന്നത് കണ്ടിന്യൂ, വാച്ച്, ലിസൺ, ലേൺ. ഓക്കെ, so all the best, wish you all the best, my dear students. Bye bye.